യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. ഓ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയാ, ഏഴു വഴിയായി ചിതറിക്കുമേ. ഒരു വഴി തുടച്ചിടുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തുടച്ചിടുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തുടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. I thank you for all the introductions that you gave about me and about the ministry, but I think the biggest introduction one can have is that we are followers of the Lord Jesus Christ. We are disciples of the Lord Jesus Christ, servants of the Most High God. And just want to acknowledge all the servants of God on the line. And one feeling that came into my heart was, on behalf of everybody you have prayed for, ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു 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 പോയ വിഷയങ്ങളുണ്ട്. നിങ്ങൾ ദൈവകരങ്ങളിൽ ആ വിഷയങ്ങൾ ഏൽപ്പിച്ചു. ദൈവം പ്രാർത്ഥന ചില മറുപടി തന്നു, ചിലത് തന്നില്ല. പക്ഷെ പ്രാർത്ഥിച്ചവർക്കായി നന്ദി. For all the people you prayed on their behalf, I want to say thank you so much. നിങ്ങൾ ഈ ലൈനിൽ വരുന്നു. You are praying consistently. You are praying fervently, and I want to honor you for this. Honor you. May the Lord bless you. May the Lord honor you. May the Lord show his face upon you as you continue steadfastly to pray for the people around the world. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായി Acts chapter 1 ലോട്ട് നമ്മൾ വരുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു ചിന്തിച്ച വിഷയമാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം എന്തിന്? Why the Holy Spirit anointing? And we looked briefly on how the Holy Spirit comes upon us so that we will be witnesses. സുവിശേഷം അറിയിക്കുവാനും സാക്ഷികളാകുവാനും, സാക്ഷ്യം പറയുവാൻ മാത്രമല്ല സാക്ഷികളാകുവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തു. ഇന്ന് Acts chapter 1 verse 14 നമ്മൾ വായിക്കുന്നു. Acts 1:14. And let me just put it in the summary. Jesus has ascended to heaven. There is a group in Jerusalem who are waiting according to the promise of the Father. And as they are waiting, they are praying. Mary, the mother of Jesus, is there. Adu matramalla, when she is there, other ladies are there. We can assume 120 people are there. Maybe they are in the upper room. We are not sure. But we can say, yes, 120 people are praying. Okay, we'll come to this. ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. നമ്മൾ ആക്സിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ we find in Acts 12
There is another group praying. Okay, Acts 12:12. രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുന്നു, ഒന്ന് സ്റ്റഡി ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ട്. Okay, Acts 1:14 വായിച്ചു. In Acts 12:12, there is another group praying, and probably this is the same room where they have been praying before, and this is the house of John Mark. Some of the historians say this is also the same house, was the house of John Mark in Jerusalem, where they prayed for the power of Pentecost to come down. So as they are praying, ഇവിടെയും ഇവർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി വന്നപ്പോൾ, when the answer to the prayer came, they were not ready to receive the answer to that prayer. രണ്ട് ഗ്രൂപ്പ്സ് നമ്മൾ കാണുന്നു. ഒന്ന് 1:14, Acts 1:14 നമ്മൾ കണ്ടു. അവർ പ്രാർത്ഥിക്കുന്നു, എക്സ്പെക്ടേഷനോട് പ്രാർത്ഥിക്കുന്നു, എക്സൈറ്റ്മെന്റിനോട് പ്രാർത്ഥിക്കുന്നു, and they get an answer to their prayer. The second group, Acts 12 നമ്മൾ വായിച്ചു. ഇപ്പം അവരും പ്രാർത്ഥിക്കുന്നു, രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. But when the answer came to their prayer, they were not even willing to go and open the door, because some of them probably were praying because they had to pray, but not praying with an expectation that God would answer our prayers. ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യങ്ങൾ പറയട്ടെ. Sometimes പ്രാർത്ഥന നമ്മുടെ ഒരു ഹാബിറ്റായി മാറി പോകുന്നു. അത് സന്തോഷമാണ്, that is needed, that is important. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ, ഒരു ലോങ്ങിങ് ഇല്ലെങ്കിൽ, how do I put it? It is very hard for us. It is very hard. We can get tired praying. ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥന എന്തിനാണ് സ്വർഗം കേൾക്കുന്നത്? പ്രാർത്ഥനയുടെ ലെങ്ത് ആണോ? പ്രാർത്ഥനയുടെ ശബ്ദമാണോ? പ്രാർത്ഥനയുടെ വേർഡ്സ് ആണോ? പ്രാർത്ഥനയുടെ പഠിത്തമാണോ? Why does heaven listen to our prayers? ഞാൻ എപ്പോഴും എന്നെ തന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്റെ പ്രാർത്ഥന സ്വർഗം, why should heaven listen? സ്വർഗം എന്തിനു കേൾക്കണം? ഒരു പോൾ മാത്യൂസ് രാജസ്ഥാനിൽ ഉദയപൂരിൽ നിന്ന് സ്വർഗത്തിൽ വിളിച്ചാൽ സ്വർഗം എന്തിനു കേൾക്കണം? Why should heaven listen? Only because I am praying in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആകയാൽ സ്വർഗം കേൾക്കുന്നു. എന്റെ പ്രാർത്ഥന നീളമല്ല, എന്റെ പ്രാർത്ഥന മിനിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്റെ ഫാദർ മിനിസ്ട്രി ചെയ്തു. I am grateful for all of that. But God listens to your prayer, to my prayer, because we are praying in the name of Jesus. Basic കാര്യങ്ങൾ പറഞ്ഞോട്ടെ, റിമൈൻഡ് ചെയ്തോട്ടെ, as if we are talking for the first time about prayer. Please don't misunderstand me. We can take a lot of things for granted while praying. Okay, അപ്പൊ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓടിച്ചു വിട്ടോട്ടെ. Number 1, heaven is listening to our prayers because we are praying in the name of Jesus. ആകയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, അത് ഏറ്റവും ലോ വോളിയത്തിലല്ല, അതാണ് തർപ്പിച്ച് പറയേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് ചോദിക്കുന്നു. So our prayers have to be based in the name of Jesus. പാസ്റ്ററിന്റെ പേരിലല്ല, ചർച്ചിന്റെ പേരിലല്ല, പ്രേയർ ലൈനിൽ ഉള്ളവരുടെ പേരിലല്ല, praying in the name of Jesus. Alright? And നമ്മൾ ആ റെവലേഷൻ കിട്ടുമ്പോൾ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആകയാൽ ആ റെവലേഷൻ വരുമ്പോൾ we get excited because the pressure is off us. Okay, when we begin to pray, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിന്തകൾ വരുമല്ലോ, പ്രാർത്ഥന കേൾക്കുവോ, കേൾക്കാതിരിക്കുവോ, അവരുടെ കേട്ടില്ലല്ലോ. So this doubt is removed because we are praying in the name of Jesus. Secondly, this is all basic things. പക്ഷേ lastly I'm going to vary where the Holy Spirit is leading me this evening time. Secondly, we have to pray in faith. James'il nammal vaayikkunnu, when you are praying or when you are believing, you cannot be like the waves of the sea that are being tossed left and right. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ നമ്മുടെ അവിശ്വാസം വെളിപ്പെടാൻ പാടില്ല.
ചിലപ്പോൾ നമ്മൾ ഈ പദം ഉപയോഗിക്കും, കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ. നിന്റെ ഹിതമാണെങ്കിൽ. ഞാൻ പറയട്ടെ, Ephesians 5:16 teaches us God's will is discernible. You are not in an opaque situation where you are not sure what's going to happen, what might happen, what might not happen. So God, if you like it, you can do it. Otherwise, what to do? I'm going to wait in the line for my miracle. Something like that. No, that is a very, very, very wrong attitude in prayer. When you are coming in prayer, പ്രാർത്ഥിക്കുമ്പോൾ, number one, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Number two, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്തുവാണെന്ന് you don't have to worry about that. You don't have to worry about that. Because you are not the healer. You are praying to God Almighty in the name of Jesus. Okay? So, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാതിരിക്കുമ്പോഴോ, that's none of our business. We are called to pray in faith. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ അത്ര ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു. Okay? മൂന്നാമത്തെ, ഒന്നുകൂടെ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന families, ministers, young people, whoever you are, receive this grace over your life that you are praying in the name of Jesus. In the name of Jesus. Number two, we are praying in faith. Thirdly, മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾ സ്ക്രിപ്ചറൽ ആകണം. That means, ഞാൻ പറയട്ടെ, എന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ, when I bring the scripture to God, He is bound to fulfill what He has told us. He is bound to fulfill what He has told us. Remind Him of His word. How can I put that more easily for you? നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ശബ്ദങ്ങളല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ വാക്കുകൾ ദൈവത്തിന്റെ വചനം കേട്ടുവിടണം. അറിഞ്ഞുകൊണ്ട് വേണം. ഇനി റെഫറൻസ് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, കർത്താവെ എന്റെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, കർത്താവെ നിന്റെ വചനത്തിൽ ഇത് എഴുതിയിട്ടുണ്ടല്ലോ. അത് നമ്മള് then we have to be careful. We have to be very careful about how we are praying. So that, number one, in the name of Jesus. Number two, in faith. Number three, in based on the scripture. Bring words to Him. I say, remind God of His promises. Not because He's a forgetting God, not because He does not remember, not because. Jacob was running away in Genesis chapter 28. He ran away from home. Okay? Yes. And Genesis 28:11 ഓടിപ്പോയപ്പോൾ 14, 15, 16 വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഉറങ്ങുവാണ്. കല്ലിനെ തലനാക്കി, back of the desert, he's sleeping, and God speaks to him. Okay? And what does He speak to him? He speaks to him, I am the God of your grandfather. And what I told your grandfather, I will do it in your days. എൻ്റെ ഒരു വേർഷൻ പറഞ്ഞോട്ടെ, നീ മറന്നുപോയി കാണും, നീ കേട്ടിട്ടും ഉപേക്ഷിച്ച് കാണും, പക്ഷെ നിന്റെ വല്യപ്പച്ചനോട് ഞാൻ ചെയ്ത ചില വാഗ്ദാനങ്ങളുണ്ട്, അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. പ്രാപിച്ചവൻ മറന്നാലും കൊടുത്തവൻ മറക്കത്തില്ല. If the recipient forgets what the promise of God is, the one who has given you a promise will never forget. So be encouraged this evening. ഒത്തിരി പ്രോമിസസ് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള ലിസ്റ്റ് ഞാൻ പറയാം. നമ്മുടെ ലിസ്റ്റ് എന്താണെന്ന് അറിയാം. ആ പ്രവചനം ശരിയായില്ല, ഈ കാര്യം ഫുൾഫിൽ ആയില്ല, അത് ശരിയായില്ല, this is still pending. Oh, this is the list we have. Whereas we should have the list of all the things God told, and He did more than before, more than we asked or expected. That should be our song. That should be our testimony. That should be our foundation. That should be everything we have in our hearts. So coming back to prayer, number one, in the name of Jesus. ഇന്ന് മുതൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ പേഴ്സണൽ പ്രേയറിൽ let's lift up the name of Jesus. Secondly, in faith. Thirdly, bring scripture into your prayer. And then one more thing before we come back to Acts. One more thing.
we, as I said, we pray with expectation. We pray with expectation. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പക്ഷെ that should not lead us to discouragement if our prayers are not answered. അതിന് ഞാൻ ഒരു ബാലൻസ് ചെയ്ത് ഞാൻ പറയാം. പക്ഷെ I am encouraging all the prayer. You are on this line because you want to pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ട്. എല്ലാവർക്കും ഇല്ല എന്ന് എനിക്കറിയാം. I'm a witness to that. പക്ഷെ നിങ്ങൾ ഈ ലൈനിൽ വന്നത് because you want to pray. And that's why I'm speaking to you this evening. That our prayers are like incense before the throne of heaven. Our prayers are like beautiful perfume rising up to the thrones of heaven. And we have to be careful as we are praying, we don't get tired. That is the other thing I want to say. From Luke 18, മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര കാര്യങ്ങളായി? യേശുവിന്റെ നാമത്തിൽ. Number 2, വിശ്വാസത്തോടെ. Number 3, വചനത്താൽ, scripture based. Number 4, with a sense of expectation. Number 5, we pray until. You've heard that acronym before, right? Push. Pray until something happens. Push. Pray until something happens. വിടുകയല്ല. പ്രാർത്ഥന വിഷയങ്ങൾ എടുത്തിട്ട് don't leave it. Because a day is coming when God will do what he has said he will do. When God will do what he has said he will do. Accident ആ പദത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫസ്റ്റ് ഗ്രൂപ്പ്, you look at these characteristics, ഈ ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു പ്രോമിസ് കിട്ടിയായിരുന്നു. എന്തുവായിരുന്നു പ്രോമിസ്? You wait and you will receive. ഈ പ്രോമിസ് ഇവർക്ക് കിട്ടിയപ്പോൾ distractions-ne maati, attractions-ne maati, maybe out of anxiety, out of fear, out of the fear of persecution, ivare irunondu prarthikku. And this kind of prayer is not a wastage of time. It is focused. They have a direction. They have a promise from the Father, and they are waiting, and they have no time limit. They are waiting. They will pray until the promise comes to pass. Until the promise comes to pass. ഇന്ന് രാത്രി നമ്മൾ വിചാരിക്കുമായിരിക്കും ഇത് സൺഡേ സ്കൂളിന്റെ ക്ലാസ് ആണെന്ന്. ഞാൻ വിചാരിക്കുന്ന ഈ പാൻഡമിക്കിനകത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സൺഡേ സ്കൂളിൽ പോയാൽ കൊള്ളാം. ഒന്നുകൂടെ നമ്മൾ അറിയുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാന്ന് മട്ടിൽ മേ ബി ഈവൻ ഒരു പുതിയ ബൈബിൾ മേടിച്ചിട്ട് ഒന്നേന്ന് നമുക്ക് പഠിക്കും. ഫ്രഷ് ബൈബിൾ. ബിക്കോസ് ഇപ്പം തുറക്കുമ്പോൾ എല്ലാം നോട്ട്സും അവിടെ എഴുതിയ ഇവിടെ അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ നോട്ട്സും 15 വർഷം മുമ്പേ ദൈവം സംസാരിച്ച കാര്യങ്ങളാ ഇന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. 15 വർഷം മുമ്പ് മാത്രമല്ല, ഇന്ന് രാത്രിയും ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. Because God is not a God of the past alone. God is a God of the future also. God is a God of the future also. So coming back, you find the second group in Acts 12. They are praying. അവർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് വന്നു. He knocked on the door. ആരും തുറക്കുന്നില്ല. ലാസ്റ്റിൽ ഒരു കൊച്ചു റോദ പോയി തുറന്നിട്ടും ഭാഗത്ത് വന്നിട്ടും ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. വിടുതൽ. ഹലോ സഹോദര, വിടുതൽ വന്നു? അല്ല വന്നിട്ടില്ല. വിടുതൽ. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വന്നു, വെളി നിൽക്കുന്നു. ഇല്ല അത് വരാൻ സാധ്യതയില്ല. പക്ഷെ വിടുതൽ. So we have to be careful how we are praying. നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടല്ലോ, 2 അമ്മച്ചിമാരുടെ പ്രാർത്ഥന. ഒരമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ മഴ വരണമേ. അപ്പം കയ്യിലൊരു കുട ഉണ്ടായിരുന്നു. എല്ലാരും ചോദിച്ചു, അമ്മച്ചി കുട എന്തുവാ? അല്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നേ. പോകുന്ന വഴിക്ക് മഴ വരും, ഞാൻ നനയാതിരിക്കാൻ ഞാൻ നേരത്തെ കുട കൊണ്ടുവന്നു. ഓക്കെ. സെക്കൻഡ് അമ്മച്ചി പറഞ്ഞത്, പ്രാർത്ഥിച്ചു, മഴ വന്നില്ല. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയായിരുന്നു മഴ വരാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ഒത്തിരി പേരുണ്ട്. ഈ പ്രെയർ ലൈനിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് പറഞ്ഞു.
ഇങ്ങനത്തെ ഈ വിധി എഴുതുന്നത്, I encourage those people. I think, sorry to say this, we need to improve. We need to improve our attitude in prayer. That's the best way I can put it. We need to improve the attitude in prayer. You're not showing somebody that you are praying, but you are showing your face to the Heavenly Father. ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്തിനു പാസ്റ്റർ എപ്പോഴും ഇത് മാറിപ്പോ? And the only thing I'm saying is, I don't know. I don't have the answers. But together with you, I can pray and seek the face of the Father. I can seek the face of the Father. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഹീലിംഗ് മിനിസ്ട്രി ദൈവം തരാൻ ആഗ്രഹിക്കുന്നു, ഞാനൊന്ന് കോവിഡ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, അത് നിനക്ക് ഇപ്പൊ അഭിഷേകം വന്നാലും പോലീസ് നിന്നെ ഹോസ്പിറ്റലിലോട്ട് വിടത്തില്ല, നിനക്ക് ഹീലിംഗ് അനോയിന്റിങ് ഉണ്ടെങ്കിലും പോലീസ് വിടത്തില്ല. അവൻ പറഞ്ഞു, അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്, പോലീസ് വിടത്തില്ലല്ലോ എനിക്ക് അനോയിന്റിങ് ഉണ്ടെങ്കിൽ. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇപ്പോഴാണ് ഇവന്റെ അനോയിന്റിങ് പൊങ്ങുന്നത്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന്. സോ ഇതൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ we have to settle ourselves to the fact. I remember my father saying, our job is to pray and God's job is to answer the prayer. You can't arm twist God. You can't arm twist God. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ ഉപവാസം നാം കൊണ്ടല്ലോ, 3, 7, 40, 41 ആകത്തില്ല, 4 ആകത്തില്ല, 8 ആകത്തില്ല, അല്ലെങ്കിൽ അത് സ്പിരിച്വൽ അല്ല. 3 ഈ അക്കങ്ങൾ മാത്രം ഒക്കത്തുള്ളൂ. 3, 7, 21, 40. സംടൈംസ് വി തിങ്ക് 3 ആയില്ലെങ്കിൽ നമുക്ക് 7 ചാടാം, 7 ആയില്ലെങ്കിൽ ഒരു 21 അങ്ങ് എടുക്കാം. സഹോദരി, ഈ നമ്പേഴ്സിലല്ല ദൈവം കളിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ആം ട്വിസ്റ്റിംഗ് അല്ല ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഇസ് നോട്ട് ടു ചേഞ്ച് God's idea about the situation. Fasting is to change your idea and align it to God's situation. ഞാൻ പറഞ്ഞിട്ട് 3 ദിവസം എന്തിനാ എടുക്കുന്നേ? നമ്മുടെ ഒപ്പീനിയനെ മാറ്റാൻ, ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ. You look at Paul, he's praying, Lord, remove this thorn from me, remove this thorn from me, remove this thorn. And God does not do it, and he just says, my God told me his grace is sufficient and I'm going to do it, that's it. ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. Before I understood this, I used to think, why would Paul write, ഞാൻ 3 പ്രാവശ്യം, I prayed 3 times. Why? Because by the 3rd time he knew this is God's will, this is God's idea. My job is to pray and God's job is to answer that prayer. But sometimes, because we are human, പ്രാർത്ഥനയുടെ മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡിസ്കറേജ് ആവും, നമ്മൾ ഒഫെൻഡ് ആവും. Okay? Offend out. Let me be very honest. We become offended. ഇത്രാന്തി എനിക്ക് അത് കിട്ടേണ്ടിയായിരുന്നു, അത് കിട്ടിയില്ല കർത്താവ്. Sometimes we assume we are on par with God. ഞാൻ പറയുമ്പോൾ ദൈവം കേൾക്കണമായിരുന്നു, ദൈവം കേട്ടില്ല. ഹലോ, നമ്മുടെ ലെവൽ ഇച്ചിരി വ്യത്യാസമാണ്. The God is God. He is creator. We are the created ones. And we have this privilege. ഇതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇതിനകത്ത് കയറ്റിക്കോട്ടെ. It is not a burden. പ്രാർത്ഥന ഒരു ഭാരമല്ല, പ്രാർത്ഥന ഒരു സൗഭാഗ്യമത്രേ. പ്രാർത്ഥന ഒരു സൗഭാഗ്യമത്രേ. Especially intercessory prayer. Intercessory. ഒരു വാക്ക് അതിനകത്തോട് ഞാൻ പറഞ്ഞോട്ടെ. Intercessory prayer is praying for those who cannot pray for themselves. Especially ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി, between the living and the dead, between those who know God and those who don't know God. അവർക്ക് വേണ്ടി നമ്മൾ പക്ഷപാതം വഹിക്കുമ്പോൾ സ്വർഗം കേൾക്കാതിരിക്കത്തില്ല, സ്വർഗം കേൾക്കാതിരിക്കത്തില്ല. Intercession. Ezekiel, I looked for a man and I found none. എനിക്ക് സന്തോഷമുണ്ട് ഈ prayer line-ൽ, when God is looking down, he has found a few people who are willing to give him 1 hour to spend time in prayer. So interceding, the joy of interceding for people who don't know you, but who are ready to know God.
ready to know God. സഹോദര, എന്റെ ആവശ്യങ്ങൾ തീരുന്നില്ല, പിന്നെയാണോ ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും? ഇങ്ങനെ ഈ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. Right? My prayers are not being answered, and how can I pray for other people? How can I pray for others? But the joy is this: in this Christian journey, some of these things cannot be explained. When the same thing is not happening to me, I have the privilege to bring that same matter before God in prayer and to see that prayer being answered. എനിക്ക് ലഭിച്ചില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രാർത്ഥനയുടെ മറുപടി അവർക്ക് വേണ്ടി ദൈവം നൽകി. God answered that. What a joy. What a joy to see that. And highly confusing also, because അവർ പറയും, അയ്യോ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ. പക്ഷെ കൺഫ്യൂസ് ആകുവാനല്ല. ഇന്ന് രാത്രി നമ്മൾ ബേസിക്സിലോട്ട് വരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന, വിശ്വാസത്തോടെ പ്രാർത്ഥന, വചനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രാർത്ഥന, ലഭിക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ആകുന്നു. And that is what we have to remember. We pray with an expectation in our hearts and in our minds. We pray for others. Intercessory prayer. We pray for other people. And I enjoyed the time you were praying, because we were crying out for people from Dallas, from New York, from India, from Kuwait, from Gulf. What a joy. അവർ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ആ വിഷയം കണ്ട് കേട്ട് വായിച്ച് ഓൺലൈൻ വന്ന് റബി സക്കറാസ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. On behalf of those who have received from his ministry, thank you for praying. And when we are praying, we pray with fervency. Lord, Dr. Vidhi എഴുതി, പക്ഷെ ദൈവത്തിന് വിധി മാറ്റാൻ നോക്കൂ. God can change the situation. And God will change the situation. But even if he does not change the situation, I'm not going to stop praying, because God is a loving God. He knows what he's doing, and he knows what is best for me. എനിക്ക് വേണ്ടിട്ട് എന്തോ ആണ് ബെസ്റ്റ്, അത് മാത്രം ദൈവം ചെയ്യും. Do you believe this? എനിക്ക് വേണ്ടിട്ട് ദൈവം will always do only what is good for me. We don't only do what is good for me, because God is good. ഞാൻ ലാസ്റ്റ് സൺഡേ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്, God is good and will do good only. ഒരു ക്ലീഷേ അല്ല, God is good all the time. No, it's not a song, it's not a cliche. It's a truth, it's a reality, it's a heavy, giant, big rock on which you can rest assured that God is good and he will do good only. Even in the midst of evil, even in the midst of turmoil, even in the midst of ventilators, even in the midst of mortuary, even in the midst of funerals, God is good and he will do good only. ദൈവം നല്ലവൻ, അവൻ നല്ലത് മാത്രം ചെയ്യത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. Then I shared prayer. ഞാൻ ഒരു എൻകറേജ്മെന്റ് തരട്ടെ ഈ വിഷയത്തിൽ. പ്രാർത്ഥനയെ ഒരു ഭാരമാക്കാതെ ഒരു സന്തോഷമാക്കാം. See, when we do that, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്ന, അതൊക്കെ അല്ല ഞാൻ പറയുന്നത്. my assignment is to encourage you for prayer. That is what I am doing tonight. Okay, ഞാൻ പറയുന്നത് നമ്മുടെ ടൈമായി പ്രെയർ ലൈനിൽ പോകുവാൻ. അന്നേരം it is a time for prayer. അങ്ങനെ കാല് വലിച്ചുകൊണ്ടോ അങ്ങനെ അല്ല. You should be running to that hour of prayer. You should be closing down everything else a minute before, so that you can spend time in the presence of God. നമ്മള് ലോക്ക്ഡൌണിലാണല്ലോ, നമ്മൾ വീട്ടിലാണോ ഓഫീസിലാണോ, I'm not sure where you are,
But I want to encourage you, this 1 hour, if you can spare time, this 1 hour is a time of joy. This 1 hour is a time of unburdening. This 1 hour is a time of listening. This 1 hour is a time where we say, God, God, you and I. So, one last thing before I close. So we have walked through all of this. The promise. Romans chapter 4 നമ്മൾ വായിക്കുന്നു. Abraham's story നമ്മൾ കണ്ട. He had a promise. And he hung on to that promise. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. But still I'm just coming back to that. He had a promise and he hung on to that promise. Let me encourage and ask you this evening. ആ വാഗ്ദാനം എന്തുവാണ്? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാഗ്ദാനം കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും, ദേശത്തിന് വേണ്ടിയായിരിക്കും, നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടായിരിക്കും, ഫാമിലിക്ക് ആയിരിക്കും. വാട്ട് ഇസ് ദാറ്റ് പ്രോമിസ് ഗോഡ് ഹസ് ഗിവൻ യു? ആൻഡ് നിങ്ങൾ പറയുന്നു, ഓ ഇപ്പം പ്രവാചകന്മാരാരും വന്നിട്ടില്ല നാട്ടിൽ നിന്ന്. ദാറ്റ് ഇസ് ദ സാഡ് പാർട്ട് ഓഫ് വി പെന്റിക്കോസ്റ്റൽസ്. വി ഇമ്പോർട്ട് പ്രവാചകന്മാർ. We don't develop prophets. It is easier to import, very hard to develop prophets among us. What you read the scripture, that's all. There is a promise for you in this. It could be about healing, it could be about finances, it could be about supernatural growth, whatever it is. Just let the Holy Spirit right now, we invite you to prompt our hearts with the scripture of God, Father. പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ നന്ദി. ഇന്ന് രാത്രി കർത്താവ് ഈ പ്രേയർ ലൈനിൽ കൂടെ ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ വരുന്നു കർത്താവ്. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമമേ, ഇമ്പമേറിയ നാമമേ, നന്ദി 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 കർത്താവ് ഞങ്ങൾ പറയുന്നു കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഇതൊക്കെ വലിയ ടെസ്റ്റ് മണിയാകാൻ പോകുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ആ ടെസ്റ്റ് മണി വരുമ്പോൾ ഞങ്ങൾ മഹിമ എടുക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെ പറയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചു ആകയാൽ ഇത് സംഭവിച്ചു. ഞങ്ങൾ പറയും, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, യേശു ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു, യേശു ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം കർത്താവ്. Once again, Lord, we just surrender ourselves into your hands. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much. Thank you so much for the opportunity. God bless you, pastors, families, leaders, secretaries, and Brother Joseph Daniel and his family who connected me to this prayer line. Man of God, God bless you. Amen.